എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി പരീക്ഷയിലെ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഗോദാവരി നദിയുടെ പോഷക നദി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബി ശബരിയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ കബനിയുണ്ട്, കാവേരിയുടെ പോഷക നദിയാണെന്നും ഭീമ കൃഷ്ണയുടെ പോഷക നദിയാണെന്നും ടെൽ എന്ന് പറയുന്നത് മഹാനദിയുടെ പോഷക നദിയാണെന്നും നമുക്കറിയാം. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന നദികൾ, അതായത് കബനി എന്ന് പറയുമ്പോൾ കാവേരിയാണ്, ശബരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു ഗോദാവരിയാണ്, ഭീമ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്, ഒപ്പം ടെൽ എന്ന് പറയുന്നത് മഹാനദി നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഇത്രയും നദികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ വളരെ വേഗത്തിലൊന്ന് ഈ ഒരു ചോദ്യത്തിൻ്റെ അനുബന്ധമായിട്ട് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം പരിചയപ്പെടുന്നത് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളിവിടെ ഒന്ന് ആദ്യമായിട്ട് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആദ്യം പരിചയപ്പെടുന്ന ഏതാണ്? ഗോദാവരി എന്ന് പറയുന്ന നദിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് ഉത്ഭവിക്കുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എവിടെ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടു ത്രയംബക് കുന്ന്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് 1465 കിലോമീറ്ററോളം നീളത്തിൽ ഒഴുകുന്ന നദിയാണ് നമ്മുടെ ഗോദാവരി നദി എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാലും ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാലും പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടതും ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാലും അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗോദാവരി നദിയാണ്. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന 4ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് ഞാൻ പറഞ്ഞു ദക്ഷിണേന്ത്യ. ഒന്നാമത്തെ പോയിന്റ് ഞാനിവിടെ പറഞ്ഞ എന്താണ്? ദക്ഷിണേന്ത്യ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ പഠിച്ചത്? ദക്ഷിണേന്ത്യ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ എന്താണ് പറഞ്ഞത്? ഉപദ്വീപീയ നദി. എന്താണ്? ഉപദ്വീപീയ നദി. ഉപദ്വീപീയ നദി. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്താണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ. എന്താണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ. ഇന്ത്യയിലൂടെ. ഇനി നാലാമതായിട്ട് ഞാൻ പറഞ്ഞെന്താണ്? ഡക്കാൻ പീഠഭൂമി. എന്താണ്? ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് എങ്ങനെ വരാം? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഇനി അടുത്ത എന്താണ്? ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏത്? അതിൽ നമ്മൾ മൂന്നാമത് പറഞ്ഞ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? നമ്മുടെ ഗോദാവരിയാണ്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? എല്ലാവർക്കും അറിയാലോ, അത് നമ്മുടെ ഗംഗാ നദിയാണ്. ഇവിടെ നോക്കുക, ദക്ഷിണേന്ത്യ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഗോദാവരിയാണ്. ഇനി ഗോദാവരിയുമായി ബന്ധപ്പെട്ട് ഗോദാവരിയുടെ ഒരു വിശേഷണമാണ് വൃത്തഗംഗ. അപ്പൊ വൃത്തഗംഗ എന്ന് അറിയപ്പെടുന്ന നദി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഗോദാവരി നദിയാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ വൃത്തഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി നദിയാണ്. അതേപോലെ തന്നെ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണഗംഗ എന്നും അറിയപ്പെടുന്ന നദിയാണ് ഈ പറയുന്ന ഗോദാവരി നദി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെ പറയുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ദക്ഷിണഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഗോദാവരിയാണെന്ന് NCERT പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തതൊന്ന് പറഞ്ഞു തന്നത്. അപ്പൊ ദക്ഷിണഗംഗ എന്ന് അറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? നമ്മുടെ ഗോദാവരി നദിയാണെന്ന കാര്യം ഓർക്കാതെ എവിടെ പറയുന്നു? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലാണ് ഇങ്ങനെ പറയുന്നത്. അതായത് +1 ജോഗ്രഫിയുടെ പാർട്ട് 1 ചാപ്റ്റർ 3 ഇങ്ങനെ പറയുന്നുണ്ട്.
ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നമ്മുടെ ഗോദാവരി എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഗോദാവരി നദി ഞാൻ പറഞ്ഞു ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണെന്ന് പറഞ്ഞു. അത് പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഗോദാവരി നദിയുടെ പോഷക നദികളിലേക്ക് വരാം. ഗോദാവരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് പൂർണ്ണയാണ്. ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നു പൂർണ്ണ. രണ്ടാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു ഇന്ദ്രാവതി. രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നു ഇന്ദ്രാവതി. മൂന്നാമതായിട്ട് പരിചയപ്പെടുന്നു മഞ്ചിര. മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്ന നദി ഏതാണ്? മഞ്ചിര. നാലാമതായിട്ട് പരിചയപ്പെടുന്നു ശബരി. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ശബരി. ഇനി അഞ്ചാമതായിട്ട് പരിചയപ്പെടുന്നത് പ്രാൺഹിതയാണ്. അഞ്ചാമതായിട്ട് പരിചയപ്പെടുന്നത് പ്രാൺഹിതയാണ്. ആറാമതായിട്ട് പരിചയപ്പെടുന്നു പെൻഗംഗ. അപ്പൊ ഗംഗ എന്ന് കാണുമ്പോൾ അത് നമ്മുടെ ഗംഗയുടെ പോഷക നദിയാണെന്ന് ചിന്തിക്കരുത്. അത് എന്താണ്? നമ്മുടെ ഗോദാവരി നദിയുടെ പോഷക നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും പോഷക നദികൾ പഠിക്കുക. അപ്പൊ എന്താണ്? പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ചിര, ശബരി, പ്രാൺഹിത, അതേപോലെ തന്നെ പെൻഗംഗ എന്നിവയെല്ലാം എന്താണ്? ഈ പറയുന്ന ഗോദാവരി നദിയുടെ പോഷക നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് എളുപ്പമാണെങ്കിൽ ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾ എന്തെങ്കിലും കോഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. നമ്മുടെ കോഡ് ഇതാണ്: ഇന്ദ്രയ്ക്ക് പൂർണ്ണമായും ഗോദയിൽ പ്രാണനാണ്, ശബരിയുടെ പെന്നും മഞ്ചും എന്നതാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന കോഡ്. ഇന്ദ്രയ്ക്ക് പൂർണ്ണമായും ഗോദയിൽ പ്രാണനാണ്, ശബരിയുടെ പെന്നും മഞ്ചും. അപ്പൊ ഇവിടെ എന്താണ്? ഇന്ദ്രയ്ക്ക് എന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? ഇന്ദ്രാവതി എന്നത് നമുക്ക് കിട്ടണം. അപ്പൊ ഇവിടെ എന്താണ്? ഇന്ദ്രാവതി എന്നത് നമ്മുടെ ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ഇനി അടുത്തത് എന്താണ്? പൂർണ്ണമായും. അപ്പോൾ അവിടെ എന്താണ്? പൂർണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഗോദാവരി നദിയുടെ പോഷക നദിയാണ് എന്ന് കിട്ടണം. ഗോദയിൽ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗോദയിൽ എന്നതിന് നമ്മൾ പഠിക്കുന്ന കോഡ് ഗോദാവരി നദിയുടെ പോഷക നദികളുമായി ബന്ധപ്പെട്ട കോഡാണ്. പ്രാണനാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രാൺഹിത എന്ന് പറയുന്നത് ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ശബരിയുടെ എന്നാണ് പിന്നെ പറയുന്നത്. അപ്പൊ ശബരി പോഷക നദിയാണ്. പെന്നും മഞ്ചും എന്നാണ് പറഞ്ഞത്. അപ്പൊ പെൻ എന്നതിൽ നിന്ന് പെൻഗംഗ എന്ന് കിട്ടണം. അതേപോലെ തന്നെ മഞ്ചും എന്നതിൽ നിന്ന് മഞ്ചിരയും കിട്ടണം. അപ്പൊ എന്താണ് നമ്മളെ കോഡ്? ഇന്ദ്രയ്ക്ക് പൂർണ്ണമായും ഗോദയിൽ പ്രാണനാണ്, ശബരിയുടെ പെന്നും മഞ്ചും എന്നതാണ് നമ്മുടെ കോഡ്. ഇവിടെ എന്താണ്? ഇന്ദ്രയ്ക്ക് എന്നതിൽ നിന്ന് ഇന്ദ്രാവതി, പൂർണ്ണമായും എന്നതിൽ നിന്ന് പൂർണ്ണ, ഗോദ എന്നതിൽ നിന്ന് ഗോദാവരി, പ്രാണനാണ് എന്നതിൽ നിന്ന് പ്രാണഹിത, ശബരി എന്നതിൽ നിന്ന് ശബരി, പെൻ എന്നതിൽ നിന്ന് പെൻഗംഗ, മഞ്ചും എന്നതിൽ നിന്ന് മഞ്ചീര. അപ്പൊ നമുക്ക് ഒരു തവണ ഈ കോഡും നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ പോഷക നദികളുടെ പേരും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയ്ക്ക് ഹാളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പേരുകൾ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളുടെ പേരുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. ഇനി ഈ ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ട് ഗോദാവരി നദിയുടെ തീരത്ത് ചില പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് നാസിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിസാമാബാദ് എന്ന് പറയുന്ന പട്ടണം. ഏതാണ്? നിസാമാബാദ്. അതേപോലെ മറ്റൊന്നാണ് ത്രയംബകേശ്വർ. അപ്പോൾ ഇവിടെ ഗോദാവരിയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ത്രയംബകേശ്വർ എന്ന് പറയുന്ന ഈ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. രാജമുന്ദ്രി എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. അതേപോലെ നമ്മുടെ ഭദ്രാചലം എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. അപ്പോൾ രാജമുന്ദ്രി, ത്രയംബകേശ്വർ, നിസാമാബാദ്, നാസിക്, ഭദ്രാചലം ഇത്രയും സ്ഥലങ്ങൾ ഏതിൻ്റെ തീരത്താണ്? നമ്മുടെ ഗോദാവരിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗോദാവരിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. നാസിക്, നിസാമാബാദ്, ത്രയംബകേശ്വർ, രാജമുന്ദ്രി, ഭദ്രാചലം ഇത് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോഷക നദികളാണ് എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ പറഞ്ഞ കോഡിലൂടെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ ഗോദാവരി നദിയുടെ ഒരു 49% സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. 49% സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണെന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ അടുത്ത ഒരു ഉപദ്വീപ് നദി. നമ്മുടെ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട കബനി പോഷക നദിയായിട്ട് വരുന്ന കാവേരി നദിയെക്കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം കാവേരി നദിയുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ തലക്കാവേരി, അതായത് നമ്മുടെ കർണാടകയിൽ കുടക് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ കുടക് ജില്ലയിലെ തലക്കാവേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുടക് ജില്ലയിലെ തലക്കാവേരി എന്ന ഈ ഒരു സ്ഥലത്ത് നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇത് ഉൾപ്പെടുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. എവിടെയാണ്? നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. ആ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നിലാണ്. എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നിലെ കർണാടകയിലെ കുടക് ജില്ലയിലെ തലക്കാവേരിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? കാവേരി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഏത് പോയിന്റും എന്ത് ചെയ്യാം? ഇതിന്റെ ഉത്ഭവമായിട്ട് നമ്മുടെ ഓപ്ഷനിൽ തരാം. ചിലപ്പോൾ പശ്ചിമഘട്ടം എന്ന് തരാം, ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് തരാം, തലക്കാവേരി എന്ന് തരാം, കുടക് എന്ന് തരാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം നീളം പറയുന്നത് ഒരു 800 കിലോമീറ്റർ ആണ് ഏകദേശം നീളം പറയുന്നത്. നീളത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഈ ഉത്ഭവം നല്ല രീതിയിൽ അങ്ങോട്ട് പഠിക്കുക. എന്നിട്ട് അത് എവിടെ പോയി പതിക്കും? നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുകയാണ് ചെയ്യുക. ഞാൻ തൊട്ടു മുമ്പ് ഒരു പോയിന്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്ന നദി നമ്മൾ പൊതുവെ പഠിക്കുന്ന ഏതാണ്? കാവേരി നദിയാണ്. എന്നാൽ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു +1 ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഗോദാവരി നദിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ പറയുന്ന ഗോദാവരിയുടെ ഒരു വിശേഷണമായിട്ട് ദക്ഷിണ ഗംഗ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ ദക്ഷിണ ഗംഗ എന്ന് നൽകിയിട്ട് ഗോദാവരി എന്നൊരു ഓപ്ഷനാണ് ഉള്ളതെങ്കിൽ അതായിരിക്കും നമ്മുടെ ഓപ്ഷനായിട്ട് വരേണ്ടത്. പക്ഷെ അവിടെ നമുക്ക് കൃത്യമായ സോഴ്സ് ഉണ്ട്, നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നുണ്ട് എന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കാവേരി നദിയെ നമ്മൾ പണ്ട് മുതലേ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഈ ദക്ഷിണ ഗംഗ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് ഞാൻ നമ്മുടെ NCERT അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാനത് അവിടെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ പറയുന്നത് എന്താണ്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഡാം അത് സ്ഥാപിച്ചത് എവിടെയാണ്? ഈ കാവേരി നദിയിലാണ്. ആ ഡാമിനെയാണ് നമ്മൾ ഗ്രാൻഡ് ഡാം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് ഡാം ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ പറയുന്ന ഗ്രാൻഡ് ഡാം. ഇനി കാവേരി നദിയിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാവേരി നദിയിലാണ്. കാവേരി നദിയിലാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏത് വെള്ളച്ചാട്ടമാണ്? ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കാവേരി നദിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ട് പറയുന്ന ശിവസമുദ്രം പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നതും കാവേരി നദിയിലാണ്. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന 2 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ തമിഴ്നാട്, മറ്റൊന്ന് കർണാടകയാണ്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങൾക്കിടയിലാണ് കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത്. ഇങ്ങനെ ഈ കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്നിരുന്നു 1990. അപ്പോൾ 1990 കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നത്. ഇനി ഈ കാവേരി നദിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോഷക നദികളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ കാവേരിയുടെ പ്രധാനപ്പെട്ട 3 പോഷക നദികൾ നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്നുണ്ട്. 44 നദികളിൽ
41 നദികൾ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുവെന്നും എന്നാൽ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു എന്നും നമ്മൾ പഠിക്കും. ആ 3 നദികൾ നമ്മുടെ കാവേരി നദിയുടെ പോഷക നദികളാണ്. അതിൽ ഒന്നിൻ്റെ പേര് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന ഭവാനി നദിയും നമ്മുടെ വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന കബനി നദിയും അതേപോലെ നമ്മുടെ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന പാമ്പാർ നദിയുമാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ കാവേരി നദിയുടെ കേരളത്തിലൂടെ ഒഴുകുന്ന 3 പോഷക നദികളാണ് ഭവാനി, കബനി, പാമ്പാർ എന്നത്. ഇതിനു പുറമെ കാവേരി നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ലക്ഷ്മണ തീർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മണ തീർത്ഥം എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കാവേരി നദിയുടെ പോഷക നദിയാണ്. അതേപോലെ മറ്റൊരു പോഷക നദിയാണ് അർക്കാവതി എന്ന് പറയുന്നത്. അപ്പോൾ അർക്കാവതി എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദി ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അർക്കാവതിയാണ്. അപ്പൊ കാവേരി നദിയുടെ പോഷക നദിയാണ് അർക്കാവതി. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് ഈ പറയുന്ന അർക്കാവതി എന്ന കാര്യം ഓർക്കണം. ഇതുകൂടാതെ അമരാവതിയും എന്താണ്? കാവേരി നദിയുടെ പോഷക നദിയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഭവാനി, കബനി, പാമ്പാർ എന്നിവ എന്താണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, അമരാവതി എന്നിവയും എന്താണ്? കാവേരി നദിയുടെ പോഷക നദിയാണെന്ന കാര്യം ഓർക്കുക. ഇനി കർണാടകയിലെ മൈസൂരിൽ കാവേരിക്ക് കുറുകെയായിട്ട് ഒരു ഡാം നിർമ്മിച്ചിട്ടുണ്ട്. ആ ഡാമാണ് കൃഷ്ണരാജസാഗർ ഡാം. എന്താണ് ഡാമിൻ്റെ പേര്? കൃഷ്ണരാജസാഗർ ഡാം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടു കാവേരിക്ക് കുറുകെ കൃഷ്ണരാജസാഗർ ഡാം ഉണ്ട്. കർണാടകയിലെ മൈസൂരിലാണെന്ന കാര്യം ഓർക്കണം. എവിടെയാണ്? കർണാടകയിലെ മൈസൂരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ കാവേരി തടത്തിൻ്റെ 3% എവിടെയാണ്? നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ ഒരു 56% തമിഴ്നാട്ടിൽ വരുന്നുണ്ട്, 41% കർണാടകയിലും വരുന്നുണ്ടെന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ പോഷക നദികൾ, കൃഷ്ണരാജസാഗർ ഡാം, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു നദിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിലൊന്നാണ് ശ്രീരംഗപട്ടണം. അപ്പോൾ ഇവിടെ പരിചയപ്പെടുന്ന പേരെന്താണ്? ശ്രീരംഗപട്ടണം. അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള തഞ്ചാവൂർ. ഏതാണ്? തഞ്ചാവൂർ. അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഈറോഡ് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ കാവേരിയുടെ തീരത്താണ്. മേട്ടൂർ സ്ഥിതി ചെയ്യുന്നത് കാവേരിയുടെ തീരത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ കാവേരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഗോദാവരി പഠിച്ചു, അതേപോലെ തന്നെ കബനി അതായത് കാവേരി നദി പഠിച്ചു. ഇനി കൃഷ്ണാ നദി, ഭീമ എന്ന് പറയുമ്പോൾ കൃഷ്ണയുടെ പോഷക നദിയാണ്. അപ്പോൾ കൃഷ്ണാ നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൃഷ്ണാ നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൃഷ്ണാ നദിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്? ആദ്യം തന്നെ അത് ഉത്ഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? ഈ പറയുന്ന കൃഷ്ണാ നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്ര, അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ടു മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിലെ സഹ്യാദ്രിയിലെ മഹാബലേശ്വർ. എവിടെ നിന്നാണ്? മഹാബലേശ്വർ. ഇവിടെ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? കൃഷ്ണാ നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൃഷ്ണാ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ്. നമ്മൾ എങ്ങനെ അത് ഓർക്കുക? കൃഷ്ണൻ ഒരു മഹാബലവാനാണെന്നാണ് ഓർത്തു വെക്കുന്നത്. കൃഷ്ണൻ ഒരു മഹാബലവാനാണെന്ന് ഓർത്തിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ കൃഷ്ണാ നദിയുടെ ഉത്ഭവം നമ്മൾ പറഞ്ഞു. ഏകദേശം 1400 കിലോമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഉത്ഭവം ഓർത്തിരിക്കുക. എന്നിട്ട് അത് എവിടെ പോയി പതിക്കും? ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പം ഞാനിവിടെ തൊട്ടു മുമ്പ് പരിചയപ്പെടുത്തിയ ഗോദാവരി ആണെങ്കിലും അതേപോലെ തന്നെ കാവേരി ആണെങ്കിലും ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന കൃഷ്ണയാണെങ്കിലും പോയി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് നമ്മുടെ കൃഷ്ണാ നദി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ സെക്കൻഡ് നീളം കൂടിയ
ഉപദ്വീപീയ നദിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന കൃഷ്ണ നദി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ പോയിന്റ് ഒരിക്കലും മറക്കരുത്. നമ്മൾ ഗോദാവരിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് എന്താണ്? നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്നൊക്കെ ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ഇവിടെ എന്താണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ നദി. ഇനി ഈ കൃഷ്ണ നദിയെ തന്നെ നമ്മൾ പാതാളഗംഗ എന്നും വിളിക്കുന്നുണ്ട്. കൃഷ്ണ നദിയെ പാതാളഗംഗ എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തെലുങ്ക് ഗംഗ എന്നും എന്തിനെ വിളിക്കുന്നുണ്ട്? ഈ പറയുന്ന കൃഷ്ണ നദിയെ വിളിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. അപ്പോൾ മറക്കരുത്, തൊട്ടു മുമ്പ് നമ്മൾ വൃത്തഗംഗ എന്ന് പറഞ്ഞത് ഗോദാവരിനെയാണ്, ദക്ഷിണഗംഗ എന്ന് പറയുന്നത് കാവേരിനെയാണ്. അവിടെ തന്നെ പറഞ്ഞു നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ദക്ഷിണഗംഗ എന്ന് ഗോദാവരിയെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ പഠിക്കുന്നു പാതാളഗംഗ, തെലുങ്ക് ഗംഗ. ഇതേതാണ്? നമ്മുടെ കൃഷ്ണ നദിയാണ്. അപ്പോൾ നമ്മൾ കൃഷ്ണൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് നമ്മൾ ഐതിഹ്യം പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് പാതാളഗംഗ എന്ന് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അർത്ഥഗംഗ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഈ പറയുന്ന നമ്മുടെ എന്താണ്, ഈ പറയുന്ന കൃഷ്ണ നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അർത്ഥഗംഗ എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കൃഷ്ണ നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് ഏത്? തെലുങ്ക് ഗംഗ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പദ്ധതി എന്താണ്? തെലുങ്ക് ഗംഗ പദ്ധതി. തെലുങ്ക് ഗംഗ പദ്ധതി എന്ന കാര്യം ഓർക്കുക. അപ്പൊ എന്താണ് തെലുങ്ക് ഗംഗ പദ്ധതി? കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ്. ഇനി കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട അതിന്റെ പോഷക നദികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോഷക നദി തുംഗഭദ്ര. ഒന്നാമത്തെ പോഷക നദി പരിചയപ്പെട്ടെ തുംഗഭദ്ര. രണ്ടാമത്തെ പോഷക നദി കൊയ്ന. രണ്ടാമത്തെ പോഷക നദി പരിചയപ്പെട്ടെ കൊയ്ന. മൂന്നാമത്തെ പോഷക നദി നമ്മൾ പരിചയപ്പെടുകയാണ് ഭീമ. ഏതാണ്? ഭീമ. ഇനി അടുത്തത് ഗൗഡപ്രഭ. അടുത്ത പോഷക നദി ഏതാണ്? ഗൗഡപ്രഭ. അടുത്ത പോഷക നദിയാണ് മാലപ്രഭ. മാലപ്രഭ. ഇനി അടുത്ത പോഷക നദിയാണ് പാഞ്ച് ഗംഗ. അടുത്ത പോഷക നദിയുടെ പേര് പരിചയപ്പെട്ടു, പാഞ്ച് ഗംഗ. ഇനി അവസാനമായിട്ട് മൂസി. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഏതൊക്കെയാണ്? തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അതേപോലെ തന്നെ കൊയ്ന എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അതേപോലെ ഭീമ എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. ഗൗഡപ്രഭ എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. മാലപ്രഭ എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. പാഞ്ച്ഗംഗ, മൂസി എന്നിവ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. ഹൈദരാബാദ് മൂസി നദിയുടെ തീരത്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ മുസി എന്ന് പറയുന്നത്, പാഞ്ച്ഗംഗ എന്ന് പറയുന്നത്, മാലപ്രഭ എന്ന് പറയുന്നത്, ഗൗഡപ്രഭ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ കൊയ്ന, ഭീമ, തുംഗഭദ്ര എന്നിവയെല്ലാം എന്താണ്? കൃഷ്ണ നദിയുടെ പോഷക നദികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 3 പോഷക നദികൾ പഠിക്കുന്ന ഒരു കോഡാണ് കൃഷ്ണ തുമ്പിക്കോ എന്ന് പറയുന്ന കോഡ്. കൃഷ്ണ തുമ്പിക്കോ. അതിൽ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് പഠിക്കുന്നത്. തു എന്ന് പറയുമ്പോൾ തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയാണ് കൃഷ്ണയുടെ പോഷക നദി. ഇതിൻ്റെ കൂടെ ഏതും കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ 2 മാലയുണ്ട്. മാലപ്രഭയുണ്ട്, അതേപോലെ തന്നെ ഗൗഡപ്രഭയുണ്ട്, അതുപോലെ തന്നെ മുസിയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? കൃഷ്ണ തുമ്പിക്കോ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് തുംഗഭദ്രയും കിട്ടും, ഭീമയും കിട്ടും, കൊയ്നയും കിട്ടും. അതാണ് എപ്പോഴും PSC ചോദിക്കുന്നത്. അതേപോലെ തന്നെ മുസി ഹൈദരാബാദിന്റെ തീരത്ത്, അതങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനി മറ്റൊന്നാണ് 2 പ്രഭയുണ്ട്. ഗൗഡപ്രഭയുണ്ട്, മാലപ്രഭയുണ്ട്, പാഞ്ച് ഗംഗയുണ്ട്. പാഞ്ച് ഗംഗ, ഗൗഡപ്രഭ, മാലപ്രഭ, കൃഷ്ണ തുമ്പിക്കോ എന്ന് ഓർത്തിരിക്കുക. കൃഷ്ണ, തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഇതാണ് എന്ത്? നമ്മുടെ കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കൃഷ്ണ നദിയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? വിജയവാഡ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് ഏതിന്റെ തീരത്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കൃഷ്ണ നദിയുടെ തീരത്താണ്. അപ്പോൾ വിജയവാഡ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണെന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകളാണ് നാഗാർജുന സാഗറും അതുപോലെ തന്നെ അലമാട്ടിയും എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഒരു പേര് പരിചയപ്പെടുന്നു. ഏതാണ്?
നാഗാർജുന സാഗർ, നാഗാർജുന സാഗർ. അതേപോലെ തന്നെ മറ്റൊന്നാണ് അലമാട്ടി. അപ്പോൾ അലമാട്ടി അതുപോലെ തന്നെ നാഗാർജുന സാഗർ എന്നിവയെന്താണ് കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകളുടെ പേര് നമ്മൾ പരിചയപ്പെടുത്തി. ഏതാണ്? നാഗാർജുന സാഗറും അതുപോലെ തന്നെ അലമാട്ടിയും. അപ്പം നാഗാർജുന സാഗർ, അലമാട്ടി എന്നീ അണക്കെട്ടുകൾ കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ കാവേരിയിൽ നമ്മൾ പഠിച്ചു. ഏതാണ്? കൃഷ്ണരാജ സാഗർ. അത് എവിടെയാണ്? കർണാടകയിലെ മൈസൂരിലെ കാവേരിയിലാണ്. അപ്പൊ കാവേരി, കൃഷ്ണരാജ സാഗർ, ഇത് കൃഷ്ണയാണ്. അപ്പൊ കൃഷ്ണയിലല്ല ഏത് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണരാജ സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കണം, തെറ്റരുത്. കൃഷ്ണരാജ സാഗർ എവിടെയല്ല? കൃഷ്ണാനദിയിലല്ല, കാവേരിയിലാണ്, കർണാടകയിലെ മൈസൂരിലാണ് അത്. ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ കൃഷ്ണാനദിയിലെ നാഗാർജുന സാഗറാണ്, അത് കൃഷ്ണ നദിയിലാണ്. അതേസമയത്ത് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നതും കൃഷ്ണ നദിയിലാണ്. ഇനി മറ്റൊരു പോയിന്റ്, കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപ നദികളിൽ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. നമ്മുടെ ഉപദ്വീപ നദികളിൽ ഏറ്റവും വലിയ നദി കൃഷ്ണയാണ്. ഒപ്പം എന്താണ്? ബംഗാൾ ഉൾക്കടലിലാണ് ഇത് പോയിട്ട് പതിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൃഷ്ണ നദിയുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ ഓപ്ഷനിലുള്ളത് ടെൽ എന്ന് പറയുന്ന ഒരു പോഷക നദിയാണ്. അത് മഹാനദിയുടെ പോഷക നദിയാണ്. അപ്പം ഇനി പരിചയപ്പെടാൻ പോകുന്നത് മഹാനദിയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. അപ്പം നോക്കാം, മഹാനദിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്ന് ഈ ഒരു ക്ലാസ്സിൽ ഒന്ന് പരിചയപ്പെടാം. മഹാനദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ അമർഖണ്ഡ് കൊടുമുടിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഛത്തീസ്ഗഡ് എന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ പരിചയപ്പെടുന്നു ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ, ഛത്തീസ്ഗഡിലെ റായ്പൂർ എന്ന് പറയുന്ന ജില്ലയിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പറയുന്ന മഹാനദി ഉത്ഭവിക്കുന്നത്. അതേപോലെ തന്നെ അതെവിടെയാണ്? അമർകണ്ടക് കൊടുമുടിയിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അമർകണ്ടക് കൊടുമുടിയിലാണ് എന്ന കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു നമ്മുടെ മഹാനദിയുടെ ഉത്ഭവം അമർകണ്ടക് കൊടുമുടി, ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ. അപ്പൊ ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ എവിടെയാണ്? അമർകണ്ടക് കൊടുമുടിയിലാണ്. ഇവിടെ മഹാനദി സിഹാവ, രണ്ടും പറയുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. സിഹ, ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. മഹാനദി സിഹാവ. അപ്പൊ ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലം അമർകണ്ടക് കൊടുമുടിയുടെ ഭാഗമാണ്. ഇനി മഹാനദിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന ഒരു വിശേഷണമാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് നമ്മുടെ ഈ പറയുന്ന മഹാനദി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മഹാനദി നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു. അപ്പോൾ മഹാനദിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒഡീഷയുടെ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മഹാനദി ഒഡീഷയുടെ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി മഹാനദി ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒഡീഷ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഇനി ഇതിൻ്റെ പോഷക നദികൾ ഓർക്കണം. ഷിയോനാഥ് എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാനദിയാണ്. അതേപോലെ തന്നെ ടെൽ എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അതും ഈ പറയുന്ന മഹാനദിയുടേതാണ്. ഇബ് എന്ന് പറയുന്നത് ഈ പറയുന്ന മഹാനദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഇവിടെ ഷിയോനാഥ്, ഇബ്, ടെല്ല് എന്നിവ എന്താണ്? മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഇബ്, ടെല്ല്, അതേപോലെ തന്നെ ഷിയോനാഥ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി ഏതൊക്കെയാണ്? ഇബ് ഉണ്ട്, ടെല്ലുണ്ട്, പിന്നെ എന്താണ്? ഷിയോനാഥ് ഉണ്ട്. ഇബ്, ടെല്ല്, ഷിയോനാഥ്. ഇബ്, ടെല്ല്, ഷിയോനാഥ് എന്നിവ എന്താണ്? മഹാനദിയോട് പോഷക നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മഹാനദി ഇവിടെ പോഷക നദിയാണ് ഇത് ഇബ്, ടെല്ല്, ഷിയോനാഥ് എന്നിവ. അപ്പൊ ഇബ്, ടെല്ല്, ഷിയോനാഥ് എന്നിവ എന്താണ്? മഹാനദിയുടെ പോഷക നദിയാണ്. അപ്പൊ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഏത്? ഇതിൽ ഷിയോനാഥ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, മഹാനദിയുടെ തീരത്താണ് സാമ്പൽപൂറും കട്ടകും സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷയിലെ കട്ടകും അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പൽപൂറും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏതിൻ്റെ തീരത്താണ്? മഹാനദിയുടെ തീരത്താണ്.
ഇനി ഈ മഹാനദിയുടെ കുറുകെയാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഹിരാക്കുണ്ട് ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒഡീഷയിലെ ഹിരാക്കുണ്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി ഈ പാരാദ്വീപ് തുറമുഖം ഉണ്ടല്ലോ, അത് ഈ മഹാനദിയുടെ തീരത്താണ്. അപ്പോൾ മഹാനദിയുടെ തീരത്താണ് ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി മഹാനദിയുടെ കൂടുതൽ ഭാഗം ഒഴുകുന്ന ഏതിലൂടെയാണ്? ഈ ഛത്തീസ്ഗഡിലൂടെയാണ്. ഇനി ഒഡീഷയിലൂടെ ഒഴുകിയതിന് ശേഷം ഈ മഹാനദി എവിടെ പോയി പതിക്കും? നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് പോയിട്ട് പതിക്കുക. ബംഗാൾ ഉൾക്കടലിലാണ് പോയിട്ട് പതിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ മഹാനദിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്, അതായത് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ മഹാനദിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പോഷകനദികൾ ഇബ്, ടല്ല്, ഷിയോനാഥ് എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്ഷനുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോഷകനദികളുമായി ബന്ധപ്പെട്ട നദികൾ നമ്മളിവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഒരു LD ലെവൽ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 4 ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്ര നേരം പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആയിരിക്കും അടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. 2023 ജനുവരി മാസം മുതൽ ഇങ്ങോട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ ക്ലാസ് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മുന്നിലേക്ക് കുറച്ച് ദിവസമാണ് LDCക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടി പഠിക്കുക. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിലൂടെ നമ്മൾ കുറേ ടോപ്പിക്കൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ടോപ്പിക്കുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളും വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലൂടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ് നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അപ്പം എല്ലാ ക്ലാസ്സിലും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.